സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ്, ആർസി ബുക്ക് എന്നിവയുടെ അച്ചടി നിലച്ചിട്ട് മാസങ്ങളായി. വലിയൊരു പ്രശ്നമായി ഇത് മുന്നിലെത്തിയിട്ടും ഒരു പ്രധാനപ്പെട്ട നിയമത്തിന്റെ സാധ്യത സർക്കാർ പരിശോധിക്കുന്നില്ല. ഡിജിറ്റൽ രേഖകൾക്ക് നിയമസാധുതയുള്ളതിനാൽ ലൈസൻസ്, ആർസി എന്നിവയ്ക്ക് അപേക്ഷിക്കുമ്പോൾ പ്രിന്റ് രേഖ ആവശ്യപ്പെടുന്നവർക്ക് അത് നൽകിയാൽ മതിയെന്ന രീതി സ്വീകരിച്ചാൽ പ്രശ്നപരിഹാരമാകുന്നതാണ്. അച്ചടി കരാറെടുത്ത സ്ഥാപനത്തിന് കുടിശ്ശിക വരുത്തിയതിനാൽ ഡ്രൈവിംഗ് ലൈസൻസ് കാർഡും ആർസി ബുക്കും കിട്ടാതെ കേരളത്തിൽ കാത്തിരിക്കുന്നത് 7.5 ലക്ഷം പേരാണ്. അച്ചടി കരാറെടുത്ത സ്ഥാപനത്തിന് 8 കോടി രൂപയും തപാൽ വകുപ്പിന് 3 കോടിയും അടയ്ക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ റൂൾ 139 ഭേദഗതി ചെയ്തപ്പോൾ പരിശോധനാ സമയത്ത് ഡിജിറ്റൽ രേഖ കാണിക്കുന്നതും സാധുതയാണെന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിന്റെ ചുവടുപിടിച്ച് അസം അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ ആവശ്യപ്പെടുന്നവർക്ക് മാത്രമാണ് ലൈസൻസും ആർസിയും മറ്റു വാഹനരേഖകളും കടലാസ് രൂപത്തിൽ നൽകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മുൻകൂറായി 245 രൂപ വാങ്ങിയാണ് ലൈസൻസിന്റെയും ആർസിയുടെയും വിതരണം. അതാകട്ടെ ഇപ്പോൾ കിട്ടാക്കനിയായി. അക്കാര്യത്തിലൊരു പ്രശ്നമുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം അത് പരിഹരിക്കും. നമ്മളത് അടുത്ത ദിവസങ്ങളിൽ തന്നെ പരിഹരിക്കും. മുൻകൂറായി പണം ഈടാക്കിയാണല്ലോ ഡ്രൈവിംഗ് ലൈസൻസിന്റെയും ആർസിയുടെയും വിതരണം. അതുകൊണ്ട് തന്നെ കേന്ദ്ര മോട്ടോർ വാഹന റൂൾ 139ന്റെ സാധ്യതകൾ സർക്കാർ പരിശോധിക്കുന്നത് വിരളമായിരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് RB സനൂപ്, മീഡിയ 1.